CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പെരുമ്പിലാവിൽ 7 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കരിക്കാട് ചോല സ്വദേശി അരിക്കലാത്ത് ഷമീലിന്റെ ഉടമസ്ഥതയിലുള്ള വെള്ളം വിതരണ ഗോഡൌണിൽ നിന്നാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. MDMA ഉൾപ്പെടെയുള്ള സമാന കേസുകളിൽ പ്രതിയാണ് ഷമീലെന്നും പോലീസ്. പ്രസിദ്ധമായ മറ്റും നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളിന് കൊടിയേറി. മെയ് 2 മുതൽ 6 വരെയുള്ള തീയതികളിലായാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. സുപ്രസിദ്ധ കഥകളി മദ്ദള ആചാര്യൻ കലാമണ്ഡലം നാരായണൻ നായർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. വിട പറയുന്നത് ചിട്ടവിടാതെയുള്ള വാദന ശൈലിയുടെ ഉടമ. സാമൂഹ്യ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചു. മെയ് മാസത്തെ പെൻഷനൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാനാണ് തീരുമാനിച്ചത്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ ആൾമാറാട്ടം നടത്തി വ്യാജ വക്കാലത്ത് തയ്യാറാക്കി ഹൈക്കോടതിയിൽ സമർപ്പിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിലിനെ അറസ്റ്റ് ചെയ്യുക, തെരുവ് വിളക്ക് റിപ്പയറിംഗ് ടെൻഡറിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് UDF ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി നടത്തിയ ഏകദിന ഉപവാസ സമരം AICC അംഗം അനിൽ അക്കരെ ഉദ്ഘാടനം ചെയ്തു. കാണാതായ 14-കാരൻ റസീൻ റിച്ചുവിനെ കണ്ടെത്തി. കാണാതായ ചങ്ങരംകുളം പെരുമുക്ക് സ്വദേശി 14 വയസ്സുകാരൻ റസീൻ റിച്ചുവിനെ കൊച്ചിയിൽ നിന്നാണ് കണ്ടെത്തിയത്. ലഹരിക്കെതിരെയുള്ള CPM ക്യാമ്പിന്റെ ഭാഗമായി തിപ്പിലശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച കലാജാഥ സമാപിച്ചു. എയ്യാർ ശ്രീ കാർത്യായനി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ഏപ്രിൽ 29-നാണ് കാർത്തിക ആറാട്ട് മഹോത്സവം നടക്കുന്നത്. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുത്തൻകടപ്പുറം UP സ്കൂളിൽ ഒരുക്കിയ വർണ്ണക്കൂടാരം നാടിന് സമർപ്പിച്ചു. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 27, 28, 29 തീയതികളിൽ ഗുരുവായൂർ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ വടക്കേക്കാട് സംയുക്ത മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടത്തി. എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ P. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുന്നിയൂർ പഞ്ചായത്ത് 17-ാം വാർഡ് മെമ്പർ TV മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിലിറക്കിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ പഞ്ചായത്തിന് കീഴിലുള്ള ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് കുടിശ്ശിക തീർക്കണമെന്ന ആവശ്യം ശക്തം. രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് കൂട്ടഹർജി നൽകി പ്രതിഷേധിച്ചു. മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ പൂമരത്തിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. വിജ്ഞാന കേരളം തൊഴിൽ പൂരത്തിന്റെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയിൽ മെഗാ ജോബ് ഫെയറിൽ തൊഴിൽ ലഭിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം സംഘടിപ്പിച്ചു. ചാലുശ്ശേരി അങ്ങാടി ടൗൺ മരണാനന്തര സഹായ സമിതിയുടെ ആസ്ഥാന മന്ദിരം ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. ലഹരിമുക്ത കേരളം ആരോഗ്യമുള്ള ജനത എന്ന പേരിൽ ആറ്റുപുറം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് വടക്കേക്കാട് SHO അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.